ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ലോക ജനതയെ ഏകീകരിക്കുന്ന ശക്തിയാണ് സംസ്കാരം എന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ അസം സന്ദർശനത്തിന് തുടക്കമായി. നെല്ല് സംഭരിച്ച കർഷകർക്ക് രസീത് നൽകി 15 ദിവസത്തിനകം സംഭരണ തുക നൽകാൻ നടപടിയെടുക്കുമെന്ന് മന്ത്രി GR അനിൽ. മഹാശിവരാത്രിയോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ശിവക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകൾ. പിതൃതർപ്പണത്തിനൊരുങ്ങി ആലുവ മണപ്പുറം. ഇംഗ്ലണ്ടിനെതിരായുള്ള 5ാം ടെസ്റ്റ് ക്രിക്കറ്റിന്റെ 2ാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യയ്ക്ക് 255 റൺസിന്റെ ലീഡ്. വാർത്തകൾ വിശദമായി. രാജ്യത്തെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള എല്ലാവരെയും ഏകീകരിക്കുന്ന ശക്തിയാണ് സംസ്കാരമെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. തിരുവനന്തപുരം കോവളത്ത് രാജാനഗ പുരസ്കാരദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. ഇന്ത്യയുടെ ബൌദ്ധികവും ആത്മീയവുമായ ഐക്യത്തെ പ്രകീർത്തിക്കുന്നതാണ് രാജാനഗ പുരസ്കാരമെന്നും അദ്ദേഹം പറഞ്ഞു. ഡോക്ടർ മാർക്ക് ഡിച്ച്കോവ്സ്കി, ഡോക്ടർ നവ്ജീവൻ റസ്തോഗി എന്നിവർക്ക് ഉപരാഷ്ട്രപതി രാജാനഗ പുരസ്കാരം സമ്മാനിച്ചു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ അസം സന്ദർശനത്തിന് തുടക്കമായി. ഇന്ന് വൈകിട്ട് സോനിത്പൂർ ജില്ലയിലെ തേസ്പൂർ വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രിയെ ഗവർണർ ഗുലാബ് ചന്ദ് കടാരിയ, മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. യുനെസ്കോയുടെ ലോക പൈതൃക ഇടമായ കാസിറംഗ ദേശീയ ഉദ്യാനവും കടുവാ സങ്കേതവും അദ്ദേഹം ഇന്ന് സന്ദർശിക്കും. നാളെ ജോർഹട്ടിൽ നടക്കുന്ന പൊതുചടങ്ങിൽ 18,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി നിർവഹിക്കും. രാജ്യത്തെ സ്വാധീനിക്കുന്ന രീതിയിൽ മികച്ച ഡിജിറ്റൽ സൃഷ്ടികൾ ഉണ്ടാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡിജിറ്റൽ മേഖലയിലെ ഉള്ളടക്ക സൃഷ്ടാക്കൾക്കുള്ള പ്രഥമ ദേശീയ പുരസ്കാരം ന്യൂഡൽഹിയിൽ സമ്മാനിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കഴിഞ്ഞ 10 വർഷത്തിനിടെയാണ് ഡാറ്റ വിപ്ലവത്തിന് രാജ്യം സാക്ഷ്യം വഹിച്ചതെന്നും ശ്രീ മോദി വ്യക്തമാക്കി. നെല്ല് സംഭരിച്ച കർഷകർക്ക് രസീത് നൽകി 15 ദിവസത്തിനകം സംഭരണ തുക നൽകാൻ നടപടിയെടുക്കുമെന്ന് മന്ത്രി GR അനിൽ. പാലക്കാട് ജില്ലയിലെ കർഷക പ്രതിനിധികളുമായി നടത്തിയ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഈ സീസണിൽ ഭൂമിയുടെയും തൂക്കത്തിന്റെയും പരിധിയില്ലാതെ നെല്ല് സംഭരണം ഉറപ്പാക്കും. അടുത്ത വിള സീസണിൽ നെല്ല് സംഭരണം, തുക വിതരണം തുടങ്ങി എല്ലാ മേഖലയെയും ബന്ധിപ്പിച്ച് കുറ്റമറ്റ സംവിധാനം ഏർപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. ഉഴവുകൂലി വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കർഷക പ്രതിനിധികൾ ഉന്നയിച്ച വിഷയത്തിൽ വികേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ സംസ്ഥാനതല കോർഡിനേഷൻ കമ്മിറ്റി പരിശോധിക്കുമെന്ന് ചടങ്ങിൽ അധ്യക്ഷനായ മന്ത്രി MB രാജേഷ് പറഞ്ഞു. ആളിയാർ വിഷയത്തിൽ കേരളത്തിന് അവകാശപ്പെട്ട ജലലഭ്യത ഉറപ്പാക്കുന്നതിന് തമിഴ്നാട് കേരളം ചീഫ് സെക്രട്ടറി തലത്തിൽ ചർച്ച നടക്കുകയാണെന്ന് മുഖാമുഖത്തിൽ സംസാരിച്ച മന്ത്രി K കൃഷ്ണൻകുട്ടി അറിയിച്ചു. കേരളത്തിലെ ആയുഷ് മേഖലയെ അഭിനന്ദിച്ച് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ ആയുഷ് പ്രതിനിധി സംഘം വിവിധ ആയുഷ് കേന്ദ്രങ്ങൾ സന്ദർശിച്ച ശേഷമാണ് സംസ്ഥാനം മികച്ച ആയുഷ് മാതൃകയെന്ന് സംഘം വിലയിരുത്തിയത്. ഈ രംഗത്ത് കേരളം നടത്തുന്ന മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഉത്തരാഖണ്ഡിൽ നടപ്പിലാക്കുമെന്ന് അവർ അറിയിച്ചു. അടുത്തിടെ സംസ്ഥാനത്തെ 150 ആയുഷ് സ്ഥാപനങ്ങൾക്ക് ഒന്നിച്ച് NABH അംഗീകാരം ലഭിച്ചിരുന്നു. രാജ്യം പൊതുതെരഞ്ഞെടുപ്പിനോടടുക്കുമ്പോൾ വികസിത രാഷ്ട്രത്തിനായി 18 വയസ്സ് പൂർത്തിയായ എല്ലാവരും വോട്ടവകാശം കൃത്യമായി വിനിയോഗിക്കണമെന്ന് പത്മശ്രീ പുരസ്കാര ജേതാവ് EP നാരായണൻ പെരുവണ്ണാൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ പൗരാവകാശമാണ് വോട്ടവകാശം. ഇത് നമ്മുടെ ഭരണഘടനയ്ക്ക് ഏറ്റവും നല്ലൊരു ഭരണം കാഴ്ചവെക്കണമെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞതിന് ശേഷമുള്ള എല്ലാ വോട്ടർമാരും ആ വോട്ടവകാശം വിനിയോഗിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാൻ പറ്റും. ശക്തമായിട്ടുള്ളൊരു ഭരണഘടന വേണമെങ്കിൽ നമ്മളെ ആ വോട്ടവകാശം എല്ലാവരും കൃത്യമായിട്ടത് വിനിയോഗിക്കണം. അത് ഈ പുതിയ വോട്ടർമാരും കൃത്യമായിട്ട് നമ്മുടെ അവകാശം വിനിയോഗിക്കാനുള്ള എല്ലാവരും സന്മനസ്സും ഉണ്ടാവണം. കോൺഗ്രസിലെ അഴിമതിയും അഭിപ്രായ വ്യത്യാസവും കാരണമാണ് നേതാക്കൾ പാർട്ടി വിട്ടുപോകുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ. പത്മജ വേണുഗോപാലിന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നൽകിയ സ്വീകരണത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാനുള്ള കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേർന്നു. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടിക ചർച്ചയായി. അന്തിമ പട്ടിക സംബന്ധിച്ച പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ആറ്റിങ്ങലിലെത്തും. വൈകിട്ട് 3-ന് മാമം മൈതാനത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി V ജോയിയുടെ പ്രചാരണവുമായി ബന്ധപ്പെട്ടാണ് മുഖ്യമന്ത്രി എത്തുന്നത്.
പൊതുതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ലോക്സഭാ മണ്ഡലങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഭാരത് വികാസ് ഡയറി എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി കോഴിക്കോട് പ്രാദേശിക വാർത്താ വിഭാഗത്തിൽ എഡിറ്റോറിയൽ എക്സിക്യൂട്ടീവ് ന്യൂസ് റീഡർ കം ട്രാൻസ്ലേറ്റർ തസ്തികയിലേക്ക് 2 വർഷ കരാർ അടിസ്ഥാനത്തിൽ പ്രസാർ ഭാരതി അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾ newsonair.gov.in/vacancies എന്ന വെബ്സൈറ്റിൽ, ഓൺലൈൻ അപേക്ഷകൾ applications.prasarbharati.org എന്ന ലിങ്കിൽ മാർച്ച് 19 ലഭിക്കേണ്ടതാണ്. ഇന്ന് മഹാശിവരാത്രി. ശിവരാത്രിയോടനുബന്ധിച്ച് ഇന്ന് സംസ്ഥാനത്തെ ശിവക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകൾ നടക്കുകയാണ്. പിതൃതർപ്പണത്തിനായി ആലുവ മണപ്പുറത്ത് ജനലക്ഷങ്ങളെത്തും. ഇന്ന് അർദ്ധരാത്രി മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി വിളക്കും എഴുന്നള്ളിപ്പും കഴിഞ്ഞാണ് ഔപചാരികമായി ബലിയിടൽ തുടങ്ങുക. കുംഭത്തിലെ അമാവാസി നാളായ ഞായറാഴ്ച വരെ ബലിതർപ്പണത്തിന് തിരക്കുണ്ടാകും. മണപ്പുറത്ത് ദേവസ്വം ബോർഡ് 116 ബലിത്തറകൾ ഇതിനായി സജ്ജീകരിച്ചിട്ടുണ്ട്. സുരക്ഷയ്ക്കായി 1200ഓളം പോലീസുകാരെയും വിന്യസിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ലക്ഷദ്വീപ് വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ദ്വീപുകളിലും വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. മിനിക്കോയ് ദ്വീപിൽ നടന്ന പരിപാടികൾ മുതിർന്ന അംഗനവാടി അധ്യാപിക NP ദലൈഖ ഉദ്ഘാടനം ചെയ്തു. ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട്ടുള്ള ബ്രഹ്മകുമാരീസിന്റെ ജില്ലാ ആസ്ഥാനത്ത് വനിതാ ദിനത്തിൽ സമൂഹത്തിലെ വിവിധ തലങ്ങളിൽ ശ്രദ്ധേയരായ 33 വനിതകളെ ആദരിച്ചു. കേരളത്തിലെ ആതുര സേവന രംഗത്ത് സുപ്രധാന നാഴികക്കല്ലായി നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയറിന്റെ അംഗീകാരം നേടുന്ന സംസ്ഥാനത്തെ ആദ്യ യുനാനി ഡിസ്പെൻസറിയായി കാസർഗോഡ് ജില്ലയിലെ മൂഗ്രാൽ യുനാനി ഡിസ്പെൻസറി. വിശദാംശങ്ങളുമായി കാസർഗോഡ് ആകാശവാണി ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ. വെൽനസ് പ്രോഗ്രാമുകൾ, മുതിർന്നവർക്കും കുട്ടികൾക്കും ഭക്ഷണം നൽകുന്ന ചികിത്സാ യോഗ സെഷനുകൾ, റെജിമെന്റൽ തെറാപ്പി യൂണിറ്റുകൾ, പാലിയേറ്റീവ് കെയർ സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടെ ഗവൺമെന്റ് യുനാനി ഡിസ്പെൻസറി മോഗ്രാലിൽ നൽകുന്ന സമഗ്ര ആരോഗ്യ സേവനങ്ങളുടെ ഫലപ്രാപ്തിയുടെ സാക്ഷ്യമാണ് ഈ അംഗീകാരമെന്ന് ആയുഷ് ഡയറക്ടർ ഡോക്ടർ ഡി സജിത് ബാബു പറഞ്ഞു. കേരളത്തിലെ മികവിന്റെ കേന്ദ്രങ്ങളായി ആയുഷ് സൗകര്യങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള പ്രാരംഭ ചുവടുവയ്പ്പാണ് ഈ അക്രഡിറ്റേഷൻ അടയാളപ്പെടുത്തൽ. ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളുടെ സ്ഥാപനത്തിലെ കൺസൾട്ടേഷനുകളുടെയും പൊതുജനാരോഗ്യ ബോധവൽക്കരണ പരിപാടികളുടെയും താഴെ തലത്തിലുള്ള നടപ്പാക്കൽ ഈ നാഴികക്കല്ല് കൈവരിക്കുന്നതിൽ നിർണായകമായി. ഇടുക്കി കട്ടപ്പനയിൽ മോഷണക്കേസിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതികളെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ചത് കൊലപാതകത്തെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ. മന്ത്രവാദത്തിന്റെ പേരിൽ പ്രതികൾ ഒരു കുട്ടിയെ അടക്കം 2 പേരെ കൊലപ്പെടുത്തി മൃതദേഹം കുഴിച്ചു മൂടിയതായാണ് വിവരം. കാഞ്ചിയാർ, കക്കാട്ടുകട, നെല്ലാനിക്കൽ വിഷ്ണു വിജയൻ, പുത്തൻപുരയ്ക്കൽ രാജേഷ് എന്ന് വിളിക്കുന്ന നിതീഷ് എന്നിവരാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ യുവസംഗമം പദ്ധതിയുടെ ഭാഗമായി കേരളത്തിൽ നിന്നും ലക്ഷദ്വീപിൽ നിന്നുമുള്ള 40 വിദ്യാർത്ഥികൾ ഛത്തീസ്ഗഡിലേക്ക് സാംസ്കാരിക വിദ്യാഭ്യാസ യാത്ര ആരംഭിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഏക് ഭാരത് ശ്രേഷ്ഠ് ഭാരത് പരിപാടിക്ക് കീഴിലാണ് യുവസംഗമം സംഘടിപ്പിക്കുന്നത്. കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ 2023 പുരസ്കാരം കഥകളി നടൻ മാർഗി വിജയകുമാർ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിൽ നിന്ന് ഏറ്റുവാങ്ങി. കേരളത്തിനകത്തും പുറത്തുമുള്ള കഥകളി അരങ്ങുകളിൽ മാർഗി വിജയകുമാറിന്റെ സ്ത്രീവേഷങ്ങൾ പ്രശസ്തമാണ്. ധരംശാലയിൽ ഇംഗ്ലണ്ടിനെതിരായുള്ള 5ാം ടെസ്റ്റ് ക്രിക്കറ്റിന്റെ 2ാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യയ്ക്ക് 255 റൺസിന്റെ ലീഡ്. ഇന്ത്യ 8 വിക്കറ്റ് നഷ്ടത്തിൽ 473 റൺസ് എന്ന നിലയിലാണ്. ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും സെഞ്ചുറി നേടി. പ്രധാന വാർത്തകൾ വീണ്ടും. ലോകജനതയെ ഏകീകരിക്കുന്ന ശക്തിയാണ് സംസ്കാരം എന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ അസം സന്ദർശനത്തിന് തുടക്കമായി. നെല്ല് സംഭരിച്ച കർഷകർക്ക് രസീത് നൽകി 15 ദിവസത്തിനകം സംഭരണ തുക നൽകാൻ നടപടിയെടുക്കുമെന്ന് മന്ത്രി GR അനിൽ. മഹാശിവരാത്രിയോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ശിവക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകൾ. പിതൃതർപ്പണത്തിനൊരുങ്ങി ആലുവ മണപ്പുറം. ഇംഗ്ലണ്ടിനെതിരായുള്ള 5ാം ടെസ്റ്റ് ക്രിക്കറ്റിന്റെ 2ാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യയ്ക്ക് 255 റൺസിന്റെ ലീഡ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.